അങ്ങനെ വീണ്ടും ഒരു വെള്ളിയാഴ്ച കൂടി വന്നു. ഫ്രിഡ്ജിൽ ബാക്കിയിരിക്കണ ഇത്തിരിയോളം കോഴിക്കഷ്ണങ്ങളെ കണ്ടിട്ടാണ് ഞാൻ തേങ്ങാച്ചോറ് വെക്കാൻ തുനിഞ്ഞത്. പണ്ടത്തെ നബിദിനത്തിൻ്റെയും ഉമ്മാൻ്റെ വീടിൻ്റെയും വർണ്ണശബളമായ ഓർമ്മയാണ് ഈ മഞ്ഞച്ചോറിന് കേട്ടോ. എൻ്റെ ഉമ്മമ്മക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ സാദാ ചോറിൻ്റെ അരിയിലേക്ക് തേങ്ങയും പെരുംജീരകവും ചെറിയ ഉള്ളിയും ഒരു നുള്ളു ഉലുവയും പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് മൺകലത്തിൽ വറ്റിച്ച് വേവിച്ചെടുക്കണ ഈ ചോറിന് അസാധ രുചിയായിരുന്നു കേട്ടോ. കറിയൊന്നുമില്ലാതെ തന്നെ ഇത് ഞങ്ങൾ കുട്ടികൾക്ക് തിന്നാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പൂളക്കിഴങ്ങും പച്ചക്കായും പച്ചപ്പപ്പായും അങ്ങനെ വീട്ടിലും തൊടിയിലുള്ള സകലമാന പച്ചക്കറികളും പിന്നെ കുറച്ച് ബീഫൊക്കെ കൂട്ടിക്കലർന്ന് രുചിമേളം തീർക്കുന്ന നല്ലൊരു കറിയായിരുന്നു കേട്ടോ ഈ തേങ്ങാച്ചോറിന് കൂട്ടുണ്ടാവുക. കുറച്ച് അച്ചാറും ഒരു പപ്പടം ഉണ്ടെങ്കിൽ പെരുന്നാപ്പൊലിവ് തന്നെയായിരുന്നു ഞങ്ങൾക്ക്. ഇനിയിപ്പോൾ പലതരം ചോറുകൾ നാട് ഭരിക്കണ കാലമാണ്. എങ്കിലും തേങ്ങാച്ചോറിൻ്റെയും ആ ബീഫ് കറിൻ്റെയും നനുത്ത ഹൃദ്യമായ മണമാണ് കേട്ടോ ഓർമ്മകളെ രുചിമേളം തീർക്കുന്നത്. പറഞ്ഞു തേങ്ങാച്ചോറും തട്ടിക്കൂട്ട് കറിയും ആയിട്ടോ. ഓർമ്മയിൽ തൊടിയിൽ മണം പരക്കുന്നുണ്ട്. തേങ്ങാച്ചോറിൻ്റെ ഓർമ്മയിൽ ഞാൻ ഈ ചോറ് തിന്നട്ടെ കേട്ടോ.